നമസ്കാരം. എഫ് പി എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ സിരിയയിൽ കുറച്ച് മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. വമ്പന്മാർക്കെല്ലാം ഇന്നലെ ഒന്ന് കാലടറി. നമുക്ക് ഫസ്റ്റ് തന്നെ മിലാനിൽ നിന്ന് തുടങ്ങാം. മിലാൻ തങ്ങളുടെ ലീഗിൽ ഇപ്പം ഓപ്പണർ മാച്ച് മിലാൻ തോറ്റിരുന്നു. അതിനുശേഷം ലീഗിലെ തങ്ങളുടെ സെക്കൻഡ് ലോസ് വഴങ്ങിയൊരു മത്സരമായിരുന്നു. മിലാനാണെങ്കിൽ പാർമയോട് സാൻ സീറോയിലോ 1-0 തോക്കുന്ന ഒരു സിനാരിയോ കണ്ട് സെക്കൻഡ് ഹാഫിൽ 80-ാം മിനിറ്റിന് നമ്മൾ നോക്കാനായിട്ടാണ് ട്രോയിലോ ഒരു കോർണറിലൂടെയാണ് ട്രോയിലോ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ട്രോയിലൂടെ 1-0 ജയിച്ചുകൊണ്ട് പോകുമായിരുന്നു പാർമ ഈ മാച്ചിലോട്ട് വരുമ്പം. സോ ട്രോയിലോ തന്നെയായിരുന്നു തോന്നുന്നു ഈ മാച്ചിൻ്റെ മാൻ ഓഫ് ദ മാച്ചും. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും മിലാൻ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. മിലാൻ്റെ ലൈനപ്പിൽ ഇന്നലെ ബർട്ടസാഗിനെ ബാക്ക് 3-ൽ ആണ് ആൾ ഇറക്കിയത്. സോ ഈ ഒരു മത്സരത്തിൽ മിലാൻ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി എല്ലാം നിങ്ങൾ നോക്കുവാണെങ്കിൽ മിലാനാണ് കൂടുതലെല്ലാം നിന്നത്. മേ ബി എനി അതർ ഡേ ഫസ്റ്റ് ഹാഫ് തന്നെ മിലാൻ സ്കോർ ചെയ്യായിരുന്നു. അമ്മാതിരി ചാൻസുകൾ മിലാന് കിട്ടിയിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ റാഫേലിയോയ്ക്ക് വിന്നർ അടിച്ചുകൊണ്ട് പോകായിരുന്നു. 2 ഗോൾ അല്ലെ ഹാട്രിക്കോ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ റാഫേലിയോയുടെ കാലിലൊക്കെ കിട്ടിയതാണ്. ഹാഫ് ചാൻസറാണ്, ബട്ട് പുള്ളിയുടെ ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. സോ മിലാൻ ഇന്നലെ ടെറിബിൾ ആയിരുന്നു നല്ല പറഞ്ഞത്, ബട്ട് മിലാൻ കൺവേർട്ട് ചെയ്തില്ല. അത് തന്നെയാണ് മിലാനും പളി മാളിയത്. സോ ഈ സീസൺ മിലാൻ 9 ഡ്രോ ആയി. ഇപ്പോൾ അപ്പുറത്ത് ടോപ്പ് നിൽക്കുന്ന ഇൻ്ററിന് 4 തോൽവിയുണ്ട്, മിലാന് 2 തോൽവിയുള്ളൂ. പക്ഷേ 9 ഡ്രോ ഉണ്ട് മിലാൻ. സോ മിലാനും ഇൻ്ററും തമ്മിൽ ഇപ്പം 10 പോയിൻറ്റ്സ് ഗ്യാപ്പുമായിട്ടുണ്ട്. സോ പ്രട്ടി മച്ച് ലീഗ് കയ്യിൽ നിന്ന് പോകുന്നൊരു സിനാരിയോ ആണ് മിലാൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴേക്കും. അതിന് ഇന്നലെ മോഡ്രിച്ച് ആ പിച്ചിൽ ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ, ഏറ്റവും എനർജറ്റിക്കായിട്ട് ഈ പ്രായത്തിൽ മോഡ്രിച്ച് തന്നെ കളിക്കുന്ന പോലെ പോകുന്നുണ്ട്. ആൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾ കൊടുക്കുന്ന ഡിഫൻസീവ് കോൺട്രിബ്യൂഷനാണെങ്കിലും ഡ്യുവൽസിലോട്ട് പോകുന്ന കാര്യത്തിലൊക്കെയാണെങ്കിലും മോഡ്രിച്ച് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ കുറ്റം പറഞ്ഞെങ്കിലും റാബിയോട്ട് സൈനിങ് വാസ് ഗുഡ് ഫോർ റാബിയോട്ട്. മോഡ്രിച്ച് ആ മിഡ്ഫീൽഡ് രസമുണ്ട് മിലാൻ്റെ കാര്യത്തിലോട്ട് വരും. പക്ഷേ അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പം നമ്മൾ അലഗ്രീനെ നമ്മൾ ഓവർലി കുറ്റം പറയും, ഭയങ്കര ബോറിംഗ് ഫുട്ബോൾ മറ്റേത് മറിച്ച യുവൻറ്റസ്. ബട്ട് ഇൻ മിലാൻ നമ്മൾ ഈ സീസൺ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ മിലാൻ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത മത്സരങ്ങളിലും മിലാൻ ക്ലിനിക്കലാവാത്താണ് മിലാൻ പളി വാഴുന്നത്. സോ എനിക്കിപ്പോഴും ഇന്നലെ ലിയാവോ പുളിസിച്ച് ഫ്രണ്ട് വെച്ചാണ് പോയത്. ലിയാവിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനേ സാധിക്കത്തില്ല. ഈസ് നോട്ട് എ ക്ലിനിക്കൽ ഫിനിഷർ അറ്റ് ഓൾ. പുളിസിച്ചിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഈസ് എ ഗുഡ് പ്ലെയർ, ബട്ട് പുളിസിച്ച് ഒരു പ്രൊളിഫിക് ഫിനിഷർ അല്ല. ഈ ഫുൾക്രിഗിനെയൊക്കെ എന്തിന് സൈൻ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതും പൈസയൊക്കെ കൊടുത്ത് ഏസിനൊക്കെ എന്തിനു കൊണ്ടിരുന്നു എന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ എങ്ങോട്ടേക്കാണ് മിലാൻ്റെ ആ പ്ലാനിങ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. സോ ഗോ ആൻഡ് സൈൻ എ പ്രോപ്പർ ഗുഡ് സ്ട്രൈക്കർ. മിലാൻ നല്ലപോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ട്രൈക്കർ ഉണ്ട്, ഗെയിം ചേഞ്ചർ ആയിരിക്കും നെക്സ്റ്റ് സീസൺ. സോ ഈ ഫുൾകുർഗൊക്കെ പോലത്തെ അല്ലെങ്കിൽ എൻകുങ്കു ഒക്കെ പോലത്തെ പ്ലേയേഴ്സിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, ബ്രിങ് ഓൺ എ ക്വാളിറ്റി സ്ട്രൈക്കർ. അവിടെയാണ് ഇപ്പോൾ അപ്പുറത്ത് ഇൻ്ററിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലൗത്താറോ, തുറാമൊക്കെ, എസ്പസീറ്റോ ഒക്കെ ദേ ആർ മിലാൻ ടോപ്പ് നിൽക്കുന്ന ഇൻ്റർ ടോപ്പ് നിൽക്കുന്നതിൻ്റെ ബിഗസ്റ്റ് റീസൺ. ഓക്കെ, അവർ ചാൻസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചാൻസ് ഫിനിഷ് ചെയ്യാനായിട്ട് ദേഹ ലൗത്താറോ, മാർക്കസ് തുറാം, ദേഹ എസ്പസീറ്റോ ഒക്കെ പോലത്തെ നല്ല പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. സോ മിലാൻ ഷുഡ് ഇൻവെസ്റ്റ് ഓൺ എ ക്വാളിറ്റി സ്ട്രൈക്കർ. അത് നെക്സ്റ്റ് സീസൺ മസ്റ്റാണ്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ മറ്റൊരു മത്സരത്തിലോട്ട് പോകുമ്പോൾ മറ്റൊരു വമ്പന്മാർ ഇന്നലെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തു. മറ്റാരുമല്ല, നാപ്പോളിക്ക് അറ്റ്ലാന്റ എവേ ആയിരുന്നു. അറ്റ്ലാന്റ എവേയിൽ സെക്കൻഡ് ഹാഫിലാണ് അറ്റ്ലാന്റ 2 ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് 2-1 വിക്ടറി ആയിട്ട് പോവാണ്. സോ ഇന്നലെ നാപ്പോളി ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. റാസ്മസ് ഹോയ്ലൻഡിനെ അപ്പ് ഫ്രണ്ട് നിർത്തിക്കൊണ്ട് സാൻഡോസും ബർഗാറയാണ് തൊട്ട് പുറകെ ഇറങ്ങിയത്. ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്. അംഗ്വേസ ഒക്കെ പോലത്തെ, കെവിൻ ഡിബ്രൂവിന, അതുപോലെ ബില്ലി ഗിൽമോറൊക്കെ പോലത്തെ ധാരാളം പ്ലേയേഴ്സ് ഇവർക്ക് ഇഞ്ചേർഡാണ്. ഇഞ്ചറി കാരണം ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന സിരിയ സൈഡെന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നാലും ദേ ഹാവ് ക്വാളിറ്റി അല്ലേ. അവർ ഇപ്പം ഇന്നലത്തെ മാച്ചിനാണെങ്കിൽ ഗുട്ടീറസിൻ്റെ ഒരു ഫ്രീ കിക്ക് ബുക്കേമ കൺവേർട്ട് ചെയ്തുകൊണ്ട് 1-0 ലീഡ് എടുത്താണ്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഒരു പെനൽറ്റി വിളിച്ചാണ്, പക്ഷേ അത് ഓവർ ടേൺ ചെയ്തു ഹോയ്ലൻഡിനെ ഫൗൾ ചെയ്തതിന്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാൻഡോസിൻ്റെ ഒരു അടിപൊളി റൺ ഉണ്ടായിരുന്നു. പുള്ളി അൺസെൽഫിഷ് ആയിരുന്നെങ്കിൽ ഈസിലി ഹോയ്ലൻഡിനെ അവിടെ കൊടുത്ത് ഹോയ്ലൻഡിന് 2-0 ആക്കാനുള്ള അവസരമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. സോ ആ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ നാപ്പോളി നല്ലപോലെ തന്നെ കളിച്ചു. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും നാപ്പോളിയുടെ കയ്യിൽ നിന്ന് കളി പോകുമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അറ്റ്ലാന്റ പതുക്കെ ഗെയിമിലോട്ട് വന്ന് പസലിച്ച് തൻ്റെ 50ാമത്തെ സിരിയ ഗോൾ 61ാം മിനിറ്റ് സ്കോർ ചെയ്യുന്നു. ഹെഡറിലൂടെ 1-0 ലീഡ് എടുക്കുന്നു. പിന്നെയാണ് 81ാം മിനിറ്റിൽ സമർഡസിച്ചിൻ്റെ വിന്നർ ഗോളും വരുന്നത്. 2-1 ഒരു വിക്ടറി നേടിക്കൊണ്ട് പോവുകയാണ്. സോ പോയിൻറ്റ്സ് ടേബിളിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നാപ്പോളിയുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. അവർ മിക്കവാറും ലീഗ് കൊണ്ടുപോയി കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. 50 പോയിൻ്റാണ് അവർക്കുള്ളത്. ഫസ്റ്റ് നിൽക്കുന്ന ഇൻ്ററിൻ്റെ മേൽ 14 പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്. സോ നാപ്പോളി എങ്ങനെയും ടോപ്പ് 4 നിൽക്കുക എന്നുള്ളൊരു സിനാരിയോയിലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അറ്റ്ലാന്റയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്. കോമോ അടിച്ചു കയറി വരുന്നുണ്ട്. യുവൻറ്റസ് ഇപ്പം ഫോം ഔട്ടാണ്. മേ ബി യുവൻറ്റസിന് ഒരു റിതം കണ്ടെത്തിയാൽ നാപ്പോളിയുടെ റീസൺ ഫോം വെച്ച് നാപ്പോളി ക്യാൻ ഈസിലി
5th or 6th പോവാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് റോമ ഇന്നലെ ക്രെമനോസേനെ സെക്കൻഡ് ഹാഫിൽ ഹോമിൽ നേടിയ 3 ഗോളിൽ 3-0 തോൽപ്പിച്ചുകൊണ്ട് പോയിൻറ്റ്സ് ടേബിളിൽ നാപ്പിളിക്ക് മേൽ 3rd സ്പോട്ടിലോട്ട് കടന്നിട്ടുണ്ട്. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്രിസ്റ്റാൻ്റെ ആണ് ഗോൾ സ്കോറിങ് തുടങ്ങുന്നത് 59-ാം മിനിറ്റിൽ. ക്രിസ്റ്റാൻ്റെ ഒരു അസിസ്റ്റ് നേടി. ക്രിസ്റ്റാൻ്റെ 350-ാമത്തെ ഗെയിമായിരുന്നു ഫോർ റോമ. ആൻഡ് എൻഡിക്കയുടെ ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത ആളാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് പിസിലി 86-ാം മിനിറ്റിൽ 3ാമത്തെ ഗോളും സ്കോർ ചെയ്തുകൊണ്ട് കംഫർട്ടബിൾ 3-0 അറ്റ് ദ എൻഡ് ആയിരുന്നു. ആൻഡ് ഈ ഒരു മാച്ചിൽ അവരിറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. മാൻചീനിയും അതുപോലെ തന്നെ എൻഡിക്കയും ഒക്കെ ഇറങ്ങുന്ന ഒരു ബാക്ക് 3 ആയിട്ടാണ് ഇറങ്ങുന്നത്. ക്രിസ്റ്റാൻ്റെയും മാനുക്കോനെ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ കേട്ടോ, നല്ല പ്രോസ്പെക്റ്റാണ്, നല്ലൊരു പ്ലെയറാണ്. ഈ സ്റ്റിൽ യങ്. ഐ തിങ്ക് മിക്കവാറും ടോപ്പ് ക്ലബ്ബുകൾ ഒക്കെ റോമ ഗ്രേറ്റ് ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിലൊക്കെ ജയൻറ്റ് സൈഡുകൾ മിക്കവാറും മാനുക്കോനയിൽ നോക്കേണ്ട ഒരു നെയിമാണ്. ക്വാളിറ്റി പ്ലെയർ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് സർഗോസ, പെലിഗ്രീനി, മാലൻ ഫ്രണ്ട് 3 ആയിട്ടുമാണ് അവർ ഇറങ്ങിയത്. സോ ഫസ്റ്റ് ഹാഫ് ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല, ബട്ട് സെക്കൻഡ് ഹാഫിലാണ് 3 ഗോളുകളും വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. ആൻഡ് റോമ ഇപ്പം 3rd സ്പോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. സോ സിരിയയുടെ പോയിൻറ്റ്സ് ടേബിൾ നമ്മൾ ഓവറോൾ ഒന്ന് നോക്കി വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഇൻ്റർ ഓൾമോസ്റ്റ് ലീഗ് ഡൺ ആക്കിയെന്ന് തന്നെ പറയാം. ഫസ്റ്റ് സ്പോട്ട് 14 പോയിൻറ്റ് ലീഡുണ്ട് അവർക്ക് സെക്കൻഡ് നിൽക്കുന്ന മിലാൻ്റെ മേൽ. സോ ഇൻ്ററിന് എങ്ങനെയാലും ആ ബോഡോ ഗ്ലിംറ്റ് മാച്ച് ഇപ്പം സാൻ സീറോയിൽ നാളെ നടക്കാൻ പോകുന്ന മാച്ച് എങ്ങനെയാലും ജയിക്കുക, അടുത്ത റൗണ്ടിലോട്ട് കിടക്കുക, അത്ര ഇപ്പം പറയാം. ഇൻ്റർനാപ്പാടുള്ള ഒരേ ഒരു വെല്ലുവിളി അതാണ്. ചാമ്പ്യൻസ് ലീഗ് പ്രട്ടി മച്ച് ഡൺ. മിലാൻ സെക്കൻഡ്, റോമ 3rd, നാപ്പോളി 4th, കോമോ, അറ്റ്ലാന്റ 3 ടീമുകൾക്കും 4th സ്പോട്ടിലോട്ട് പുഷ് ചെയ്യാന്നുള്ളൊരു സിനാരിയോയിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളൊരു കാര്യം. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ സിരിയയിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ലയോൺ ഇന്നലെ തോറ്റു സ്ട്രാസ്ബർഗിനോട് 3-1. സോ ലയോണിൻ്റെ ആ ഒരു വിന്നിങ് റണ്ണ് എൻഡ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.